ഹലോ ഫ്രണ്ട്സ്, മഴ ദൂരം മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഷാജി എന്ന് പറയുന്ന ഒരാളുടെ ഓട്ടോയിൽ കയറി അടുത്തുള്ള തന്നെ ഒരു ഓർഫണേജിലേക്ക് കൊണ്ട് കൊടുക്കുക കേട്ടോ. പോകുന്ന വഴി തന്നെ അയാൾ നേരത്തെ തന്നെ പൈസയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാവോ, ഇത്രയും സാധനങ്ങളുള്ളതല്ലേ, എല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് വെക്കാവോ. ഓ, ഇനി അതും കൂടെ ഞാൻ ചെയ്യണോ എന്ന് പറഞ്ഞ് ഒട്ടും ഇഷ്ടമില്ലാതെ അയാളത് സഹായിച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവിടുന്ന് കന്യാസ്ത്രീമാർ ഇറങ്ങി വരുവാണ്. ആരാ എന്താന്നൊക്കെ ചോദിക്കുക. ഞാൻ ഇവിടത്തേക്ക് വേണ്ടി സാധനങ്ങളായിട്ട് വന്നതാ എന്ന് അലീന പറയുമ്പോൾ, എൻ്റെ ദൈവമേ, ഇവിടെ ഒരു തരി സാധനങ്ങളും ഇല്ലാണ്ടിരിക്കുമായിരുന്നു. ഇത് അറിഞ്ഞിട്ട് എങ്ങനെയാണ് കുട്ടി ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്, നമുക്ക് കർത്താവായിട്ട് കൊണ്ട് തന്നതാ എന്നൊക്കെ അവർ പറയുമ്പോൾ അലീന പറയാം, ഞാൻ കുട്ടി ഇത് എവിടെ ഉള്ളതാണ്, എങ്ങനെ അറിഞ്ഞു ഇവിടെ ഒന്നുമില്ല എന്നുള്ളത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അലീന പറയണ്ട, അല്ല ഞാനിവിടെ അടുത്തുള്ള തന്നെ ടൗണിലെ അറിയുമായിരിക്കും, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോനില്ലേ, സ്വർണ്ണക്കടയും ചെരുപ്പ് കടയും ജൗളിക്കടകളൊക്കെ ഉള്ള. ഓ, അറിയാം, ആ മുതലാളി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ, അവിടുന്നാണ് വരുന്നത്. ഓ, അത് ശരി. അപ്പോൾ ഇത് കേട്ട് ഷാജി മനസ്സിൽ വിചാരിക്കുക, ഈശ്വര, ഇത്രയും വലിയ പണക്കാരിയായിരുന്നോ ഇവള്, കൊള്ളാം എന്നിങ്ങനെ മനസ്സിലാലോചിക്കാം. എന്നിട്ട് അവർ പറയുന്നുണ്ട്, എന്തായാലും മോക്ക് ഇത് കൊണ്ടുവരാൻ തോന്നിയല്ലോ, ഒരുപാട് നന്ദിയുണ്ട്, അതൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അവരതിന് നന്ദിയൊക്കെ പറയുവാണ്. അതെല്ലാം കഴിഞ്ഞ് അലീന തിരിച്ച് പോവണം. അപ്പോൾ ആ ഓട്ടോയിൽ തന്നെ കയറുകയാണ് കേട്ടോ. അയാൾ പറയുന്നുണ്ട്, എന്നെ ഈ ഓട്ടോയിൽ കയറ്റി തിരിച്ച് ബസ് സ്റ്റാൻഡിലും അവിടെ എങ്ങാനും വിട്ടാൽ മതി എന്ന് പറഞ്ഞ് അലീന കയറാൻ പോകുമ്പോൾ ഉടനെ അയാൾ പറയുന്നുണ്ട്, അതെ, ഞാൻ ചോദിച്ച പൈസ എനിക്ക് വേണം. അങ്ങനെ 250 രൂപ ഉറപ്പിച്ച് പറഞ്ഞാണല്ലോ ഇവിടെ വന്നത്. ആ 250 രൂപ അലീന എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഷാജി വീണ്ടും ചോദിക്കുക കേട്ടോ, അതെ, എനിക്ക് ചായ കുടിക്കാൻ എന്തെങ്കിലും കൂടെ തരാമോ. അതെങ്ങനെ ശരിയാവും ചേട്ടാ, പൈസ പറഞ്ഞല്ലേ നമ്മൾ വന്നത്. ശരിയാണ്, നിങ്ങളൊക്കെ വലിയ പണക്കാരാണല്ലോ, നിങ്ങൾക്കൊരു 10 രൂപ തരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. വലിയ മുതലാളിയുടെ മോളല്ലേ, ഞാൻ കേട്ടു അവിടെ നിന്ന് പറയുന്നത്. അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, ഞാനേ അങ്ങനെയൊന്നുമില്ല, അത്ര വലിയ മുതലാളിയുടെ മകളൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ. ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് അതിൽ നിന്നും ഇങ്ങനെ ഓർഫണേജിലൊക്കെ ദാനം കൊടുക്കാറുണ്ട്. ഓ, കിട്ടുന്ന ശമ്പളത്തിൽ. അതിന് നിങ്ങൾ അവിടുത്തെ മുതലാളിയുടെ മകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാം, ചേട്ടാ, ഞാൻ ആ വീട്ടിലെ ജോലിക്കാരിയായിട്ട് വന്നതാ, അവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഓ, കിട്ടുന്ന ശമ്പളത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കണം, പിന്നെ അതിൽ കൂടെ ഇങ്ങനെയൊക്കെ ചുമ്മാ കൊടുക്കണം സാധനങ്ങൾ, ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്നതാണോ? പക്ഷേ ഞാൻ ചെയ്യും. അതെന്താ അങ്ങനെയും ചോദിക്കാം. അല്ല, ഞാൻ 10-23 വർഷം ഓർഫണേജായിട്ട് ജീവിച്ചവളാണ്. അച്ഛനും അമ്മയും ആരും ഇല്ലാണ്ടേ അനാഥാലയത്തിൽ തന്നെ വളർന്നവളാണ്. അതുകൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കാശ് വന്നാൽ അപ്പം തന്നെ ഞാനിങ്ങനെ പാവങ്ങളെ സഹായിക്കാറുണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് അലീനയോട് ഒരു സ്നേഹം തോന്നുകയാണ്. അപ്പോൾ അലീനയുടെ നിന്ന് പൈസ കണക്ക് പറഞ്ഞാണല്ലോ 250 രൂപ വാങ്ങിച്ചത്. അങ്ങനെ അയാൾ അത് വാങ്ങിച്ചിട്ട് കുറച്ച് പൈസ തിരിച്ചു കൊടുക്കുകയാണ്. അലീന പറയുന്നുണ്ട്, വേണ്ട, പറഞ്ഞ പൈസ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എനിക്ക് വേണ്ട. ചേട്ടൻ കഷ്ടപ്പെട്ടല്ലേ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വണ്ടി ഓടിയാലല്ലേ കാശ് കിട്ടുള്ളൂ, ഇത് ചേട്ടനുള്ളതാ. അങ്ങനെയല്ല, ഇത് വാങ്ങണം, കുട്ടി ഇത് വാങ്ങിക്കും. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഇതിപ്പോൾ തന്നോന്നും പറഞ്ഞ് എൻ്റെ പേഴ്സ് കാലിയാവാനൊന്നും പോകുന്നില്ല. ഇനി ഒരു പക്ഷേ പേഴ്സിൽ പൈസ ഇല്ലെങ്കിൽ ദൈവം അത് അറിഞ്ഞ് അവിടെ കൊണ്ട് വെച്ച് തരും, അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അലീന ചിരിക്കാട്ടോ. പക്ഷേ ഷാജി സമ്മതിക്കുന്നില്ല കേട്ടോ. ഇനി ഇത് വാങ്ങിച്ചേ പറ്റുള്ളൂ, എനിക്ക് 100 രൂപ മാത്രം മതി, ബാക്കി വെച്ചോ. പക്ഷേ ഇത് ഒത്തിരി കുറഞ്ഞു പോയില്ലേ, എനിക്കത് മതി, എന്നെ വെറുതെ നാണം കെടുത്തരുതേ സഹോദരി, ഇത് വാങ്ങുക. അങ്ങനെ അലീന അത് വാങ്ങുവാണ്. എന്നിട്ട് അലീനോട് പറയാം, പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇനി എങ്ങോട്ട് ഉള്ള ഓട്ടോ ആയാലും ഇങ്ങോട്ടായാലും എവിടെയെങ്കിലും ഓട്ടം പോകണമെങ്കിൽ എൻ്റെ വണ്ടി തന്നെ വിളിച്ചേക്കണം കേട്ടോ. അങ്ങനെ അലീന അതിന് ഉറപ്പ് പറയാം, വിളിച്ചോളാന്ന്. അപ്പോൾ പിന്നെ വലിയ സന്തോഷമാവണം കേട്ടോ ഷാജിക്ക്. അങ്ങനെ അലീനയും കൊണ്ട് നേരെ പോയി ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി വിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ ആ രമേശൻ നായർ വീണ്ടും വിളിക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തുകൊണ്ട് രേവതി തന്നെയാണ് മാമച്ചൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, മാമച്ചൻ സാറല്ലേ? എന്താ വിളിച്ചത്? അല്ല, വെറുതെ വിളിച്ചതാണ്, അന്ന് ഇവിടം വരെ വന്നു പോയതിന് ഒരു നന്ദി പോലും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് വിളിച്ചത്. അല്ല, അന്ന് നന്ദി പറഞ്ഞിരുന്നല്ലോ. അല്ല, അവിടെ നിന്ന് ഇത്രയും ദൂരമൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നില്ലേ, എനിക്കറിയാം, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ഓ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? രേവതിക്കുട്ടി ഉണ്ടോ അവിടെ? രേവതിക്കുട്ടി ഇവിടെ തന്നെയാണ്, എന്താ സംശയം? അല്ല, അവളുടെ കയ്യിലോട്ട് ഫോണൊന്ന് കൊടുക്കാവോ? എന്തിനാ? അതെ, എപ്പോഴും ഇങ്ങനെ വിളിക്കണ്ട, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അവളെ അറിയിച്ചേക്കാം. അപ്പോൾ രമേശൻ നായർ പറയും, അതുമല്ല, എന്താ സാറേ ഇങ്ങനെ, അവളുടെ ശബ്ദമൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ശബ്ദത്തിനൊന്നും ഒരു കുഴപ്പമില്ല, പിന്നെ കോൾഡോ പനിയോ ചുമയോ തൊണ്ടവേദനയോ ഒന്നുമില്ല അവൾക്ക് എന്ന് മാമച്ചൻ ഇങ്ങനെ പറയാൻ കേട്ടോ.
അപ്പോൾ രമേശൻ നായർക്ക് വല്ലാത്തൊരു വിഷമാവണുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, മാമച്ച സാറേ അങ്ങനെയൊന്നും പറയല്ലേ, അവളുടെ വർത്തമാനം കേൾക്കാനുള്ള കൊതി കൊണ്ടല്ലേ ഞാനിങ്ങനെ പറയുന്നത്, കാണാനോ നിവർത്തിയില്ല. ആ ഞാൻ നോക്കട്ടെ അവിടെ എങ്ങാനും ഉണ്ടോയെന്ന്. അങ്ങനെ രേവതിയെ മോളെ രേവതി എന്ന് വിളിക്കുക കേട്ടോ. അങ്ങനെ രേവതി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് പറയാണ് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ നേരെ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, മാമച്ചൻ എന്തിനാ രേവതിയെ വിളിക്കുന്നത്? അല്ല ആ രമേശൻ വിളിക്കുന്നുണ്ട്, അയാൾക്കൊരു ആഗ്രഹമൊന്ന് രേവതി കുട്ടിയെ വിളിക്കണമെന്ന്. ഓ പിന്നെ ആഗ്രഹം, ഇത്രയും നാൾ എവിടെയായിരുന്നു? ഒരു കൈ കുഞ്ഞിനെ അതിൻ്റെ അമ്മേനും ഒരു ദയയില്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ സംസാരിക്കണം പോലും. ഇതെല്ലാം ഫോണിൽ കൂടെ രമേശൻ നായർ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. രേവതി ഒന്നും വിളിക്കണ്ട എന്ന് പറയുമ്പോൾ അവർക്കിപ്പോൾ വിളിച്ചും പറഞ്ഞു അവളെ എങ്ങനെയെങ്കിലും അടിച്ചുകൊണ്ട് പോകണം, അതാ അവരുടെ ഉദ്ദേശം. മകനാണെങ്കിൽ മരിക്കാൻ കിടക്കുന്നു, ഇനിയിപ്പോൾ സ്വത്ത് ഇനി വാരി അടിച്ചുകൊണ്ട് പോയാലോ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓ അവൾക്കിപ്പോൾ ഒന്നും വേണ്ടെന്നേ, നമുക്ക് ഉള്ളതെല്ലാം രേവതിക്ക് കൊടുക്കാം. ഇപ്പോൾ അവർക്കൊരു അവകാശം വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രേവതിയോട് ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാമച്ചൻ അന്തം വിട്ട് പോവാട്ടോ. ഇതെല്ലാം നമ്മളെ രമേശൻ നായർ ഫോണിൽ കൂടെ കേൾക്കുകയാണ്. അപ്പം തന്നെ അയാൾക്ക് ഇത് വല്ലാത്ത വിഷമമാവാണ്. അയാൾ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രേവതി വരുന്നുണ്ട്. എന്താ ഇത്, എന്തിനാ എന്നെ വിളിച്ചത്? അല്ല നിന്നെ ആ രമേശൻ നായർ അവിടെ വിളിക്കുന്നുണ്ട്, നീ ഒന്ന് സംസാരിച്ചു. അപ്പോൾ തന്നെ രേവതി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല. എന്നാൽ പിന്നെ നീ അത് ഫോണിൽ കൂടെ അയാളോട് നേരിട്ട് പറ, അത് നീ തന്നെ പറ, അതാ നല്ലത്, നിനക്ക് സംസാരിക്കണ്ടെന്ന്. അങ്ങനെ രേവതി ആ ഫോൺ വാങ്ങിച്ച് ഹലോ പറയുമ്പോൾ ഫോൺ കട്ടായി കേട്ടോ. അയ്യോ ഫോൺ കട്ടായി പോയല്ലോ. ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി വിളിച്ചാലും ഫോൺ എനിക്ക് തരണ്ട കേട്ടോ, എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് രേവതി പറയാം. അതോടുകൂടി ഗ്രേസിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ടോ, അവൾക്കാണെങ്കിൽ ഒട്ടും സ്നേഹമില്ല അവരോട്. അവളെ അമ്മയെ അവർ കാരണമല്ലേ അവളെ അമ്മ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്, അത് അവളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് താല്പര്യമില്ല, നമ്മളായിട്ട് അടിച്ചേൽപ്പിക്കണ്ട, അവൾക്ക് നമ്മളോട് തന്നെയാണ് സ്നേഹം എന്നിങ്ങനെ ഗ്രേസമ്മ സ്വയം സമാധാനിച്ച് പറയാട്ടോ. അങ്ങനെ മാമച്ചനും അതൊക്കെ കേട്ട് സന്തോഷത്തിലിരിക്കുകയാണ്. കടപ്പാട്ടാണെങ്കിൽ രാവിലെ തന്നെ മനു വന്നിട്ടുണ്ട് കാറും കൊണ്ട്. അപ്പോൾ കൃഷ്ണമോളാണ് നേരെ ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ആഹാ ഇതെന്താ കോളിംഗ് ബെല്ലൊക്കെ പതിവില്ലാത്ത രീതിയിൽ? ഇരിക്കട്ടേടി, അതൊക്കെ ഒരു രസമല്ലേ, പിന്നെ വലിയ കാരണവന്മാരെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഓ പിന്നെ പ്രമാണിമാരൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണല്ലേ? ഓ വന്ന് സ്വീകരിച്ച് ആനയിക്കണം, അതാ വേണ്ടത്. അപ്പോൾ കൃഷ്ണമോൾ പറയാം, മനപ്രമാണി അകത്തേക്ക് വന്നാലും അടിയങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ താഴ്മയോടുകൂടി നമ്മൾ മനുവിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് കൃഷ്ണമോളുടെ കുറുമ്പ് അറിയാലോ, മനുവിനോടുള്ള സ്വാതന്ത്ര്യവും കൊണ്ട് കൃഷ്ണമോളാണെങ്കിൽ മനുവിനോട് ചോദിക്കുന്നുണ്ട്, ഒന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ, ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടോ? പോടി അങ്ങോട്ട്, ഞാനിതുവരെ ബ്യൂട്ടി പാർലറൊന്നും പോയിട്ടില്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഗ്ലാമർ കൂടിയതുപോലെ. പിന്നെ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴാണ് ഗ്ലാമർ ഇപ്പൊക്കെ അത് പോയില്ലേടി, പിന്നെ കോളേജിൽ പഠിച്ചപ്പോൾ ഗ്രാമർ അല്ലാതെ ഗ്ലാമർ അല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം കേട്ടോ. അപ്പം തന്നെ കൃഷ്ണമോളുടെ ചെവി പിടിച്ച് കിഴക്കുന്നുണ്ട് മനു. എടി നിനക്ക് വെള്ളച്ചിൽ കുറച്ച് കൊടുന്നുണ്ട് കേട്ടോ. അതും കണ്ടുകൊണ്ട് ബാലചന്ദ്രൻ ഇറങ്ങി വരുവാണ്. എടാ മനു, അങ്കിളോ, പിന്നെയും നീ ഇന്ന് എറണാകുളത്തേക്ക് പോവാമല്ലോ? ശരി, അപ്പോൾ അലീനയും കൂടെ വരുന്നുണ്ടല്ലോ, അലീന ഇറങ്ങിയോ നോക്കിക്കാനുള്ള, ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയാട്ടോ കൃഷ്ണമോള്. അപ്പോൾ നീ പോയിട്ട് എന്നാടാ തിരിച്ചു വരുന്നത്? എനിക്കൊരു 2 ദിവസത്തെ ഓഫീസ് വർക്കുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അങ്ങനെ അപ്പോഴാണ് അലീന പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അലീനയുടെ ഈ വേഷവും ഒരുങ്ങി വന്നിട്ടുള്ളത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ കൃഷ്ണമോളങ്ങ് അന്തളിച്ച് പോവാണ്. അതുപോലെ തന്നെ മനുവും ഒരുപാട് ഇഷ്ടം തോന്നുക കേട്ടോ അലീനയോട്. അത്രയ്ക്ക് സുന്ദരിയായിട്ടാണ് അലീന ഇറങ്ങി വരുന്നത്. അപ്പോൾ തന്നെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ആഹാ ഇതാരാണ് വന്ന് നിൽക്കുന്നത്? എന്ത് ഭംഗിയാണ് ചേച്ചിയെ കാണാൻ. ആണോടി, നല്ല ഭംഗിയുണ്ട്, പിന്നെ സുന്ദരി കുട്ടിയല്ലേ. അപ്പം മനു അതുപോലെ കൈയെടുത്ത് കാണിക്കണം കേട്ടോ നന്നായിട്ടുണ്ടെന്ന്. അച്ഛനും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്, കാരണം എന്നും ഒരേ ഡ്രസ്സ് ഇട്ടല്ലേ അലീനയെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അച്ഛനോട് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ പോയിട്ട് വന്നാലോ? നാളെയോ മറ്റന്നാളോ എന്നാൽ തിരിച്ചു വരിക? നാളെയെന്ന് വിളിച്ചാൽ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് നാളെയാണ്, പക്ഷേ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നാളെ കഴിഞ്ഞാൽ മറ്റന്നാളെ ഇങ്ങ് വരും. എന്തായാലും ചേച്ചി ഞാനും കൂടെ അങ്ങോട്ട് വന്നോട്ടെ യാത്ര അയക്കാൻ. ശരി വന്നോ. അങ്ങനെ അവരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് കേട്ടോ.
പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അലീനയോട് വീണ്ടും കൃഷ്ണമോൾ പറയാം, എന്ത് ഭംഗിയാണ് ചേച്ചിയെ കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരോടെ കണ്ടാലേ ആദ്യമായിട്ട് കല്യാണം കഴിയുന്ന നവദമ്പതികളെ പോലെയുണ്ട്. ഇടി നിന്നെ ഞാനിപ്പോൾ ഒരു അടി വെച്ചിട്ടോ എന്നും പറഞ്ഞിട്ട് കൃഷ്ണമോൾക്ക് നല്ല കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ കാറിൽ കയറി പോവാണ്. ആ സമയത്ത് അലീന ബാക്കിലാണ് ഇരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, ദേ എന്നെ വെറുതെ ഡ്രൈവർ ആക്കല്ലേ, നീ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ടിലേക്ക് വിളിച്ചിരുത്താണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴി അലീനയോട് കുശലങ്ങളും ഒക്കെ കോരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് പറയണ്ട്, അതെ പോകുന്ന വഴി നമുക്ക് എന്തെങ്കിലും രേവതിക്കുട്ടിയുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് പോകണ്ടേ? അതെന്തിനാ, ഞാൻ മാത്രമല്ലേ പോകുന്നത്, അതെന്താ എന്നെ അവിടെ കയറ്റത്തില്ല എന്നുണ്ടോ? ഞാനും വരുന്നുണ്ട് എന്ന് മനു പറയാം. ഞാൻ നിന്നെ അവിടെ കൊണ്ട് വിട്ടിട്ടേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ തന്നെ എന്തിനാ നാണക്കേട്? നീ എൻ്റെ വീട്ടിൽ തന്നെ അങ്ങോല്ലേ? അല്ല നമ്മൾ രണ്ടുപേരും കൂടെ പോകുമ്പോഴേ അവരെന്തെങ്കിലും വിചാരിച്ചാലോ? ഒന്നും വിചാരിക്കില്ല, നീ ആയിട്ട് ഇനി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ അവളൊരുത്തി വന്നിരിക്കുന്നു, പിന്നെ അല്ലെങ്കിൽ തന്നെ അവരങ്ങനെ വിചാരിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ മനു ഇങ്ങനെ കളിയാക്കി പറയാട്ടോ. പോകുന്ന വഴി മനു കാർ നിർത്തി. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ മനുവേട്ട ഇവിടെ വണ്ടി നിർത്തിയത്? എനിക്ക് ഇച്ചിരി ദാഹമുണ്ട്, ഒരു കരിക്ക് കുടിക്കണമെന്ന്. അങ്ങനെ മനു നേരെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കരിക്ക് കുടിക്കാൻ പോകുമ്പോൾ അലീനയെ കൂടെ ക്ഷണിക്കുന്നുണ്ട്, നീയും വന്നോന്ന്. അങ്ങനെ അലീന കൂടെ നടക്കാൻ കേട്ടോ. അപ്പോഴാണ് ക്രോസ് ചെയ്യണമല്ലോ. പെട്ടെന്ന് മനു അലീനയുടെ കയ്യിൽ ആ സ്വാതന്ത്ര്യത്തോടെ കയറി അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മനു കൈ കയറി പിടിക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം, സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട്, ഒരു നാണവും ഒക്കെ തോന്നുകയാണ്. അങ്ങനെ നേരെ പോയിട്ട് കരിക്ക് വാങ്ങി രണ്ടുപേരും കുടിക്കണം കേട്ടോ. അങ്ങനെ അവരുടെ ആ സന്തോഷ നിമിഷങ്ങളാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അവർ വളരെ സന്തോഷത്തോടു കൂടി രേവതി കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുവാണ് കേട്ടോ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.